മറ്റേ 1:10 ഒക്കെ ഇതില് എന്താ ഡെമോ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്തിട്ട് മറ്റേ ബ്രോ സെറ്റാണ്. അത് പഠിച്ച പോലെ എന്താ ഉപയോഗിക്കാൻ എന്തെങ്കിലും സെറ്റാണ്. ട്രേഡിംഗ് വ്യൂല് വരച്ചിട്ടിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ വന്ന് ടച്ച് ആയി റിവേഴ്സ് അടിച്ച് നമ്മൾ വിചാരിച്ച പോലെ മൂവ്മെന്റ് നടക്കുന്നത്. അത് എനിക്ക് കാരണം മറ്റേത് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പൊക്കെ എൻക്വയറി എടുത്തിട്ടായിരുന്നു. കട്ടന്ന് ഉറങ്ങാൻ സമ്മതിക്കൂല. രാത്രി വരെ വിളിച്ചിട്ട് എന്നാ ചേരുന്നത്. ഇത് ഞാൻ അന്ന് എൻക്വയറി നടത്തി. അതിനുശേഷം എന്താ കാര്യങ്ങൾ എന്താ ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം 4-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തത്. എന്തൊക്കെയാ ബ്രോ വിശേഷങ്ങള്? സുഖം ബ്രോ. അടിപൊളി. പിന്നെ ബ്രോ എത്രയായി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാനിപ്പോ 2 മാസം. ആയി. അത് എനിക്ക് എന്താ വീഡിയോസ് കാണാനുള്ള ഡിലേ കാരണം അങ്ങനെ ലേറ്റ് ആയി പോയതാ. ഓക്കെ ഓക്കെ. അതിന് മുന്നേ ഏതെങ്കിലും കോഴ്സ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ബ്രോ? ഇല്ലല്ല, അതായത് യൂട്യൂബ് നോക്കിയിട്ടുള്ള ആ ഒരു ലെവലിൽ പോയി, ഓക്കെ അല്ലാതെ ഓക്കെ ഓക്കെ. വേറെ ചെയ്തു. പ്രൊഫഷണലി ഇത് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആണല്ലേ? എങ്ങനെയുണ്ട് ബ്രോ ട്രൂസൻസിന്റെ TMC കോഴ്സ് എങ്ങനെയുണ്ട്? പക്കാണ് ബ്രോ. അതായത് ഞാൻ എന്റെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമേ ഞാൻ വിഭവനോട് പറഞ്ഞതാണ്. എന്റെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം എന്ത് ചെയ്തതാണ്, എനിക്ക് റിസ്ക് മാനേജ്മെന്റ് അതുപോലെ ഇമോഷണലിന്റെ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ഉള്ള പ്രശ്നം. ഞാൻ മറ്റേ ട്രേഡിംഗ് വ്യൂല് വരച്ചിട്ടിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ വന്ന് ടച്ച് ആയി റിവേഴ്സ് അടിച്ച് നമ്മൾ വിചാരിച്ച പോലെ മൂവ്മെന്റ് നടക്കുന്നത്. ഞാൻ മറ്റേ 1:10 ഒക്കെ ഇതില് എന്താ ഡെമോ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്തിട്ട് മറ്റേ ബ്രോക്ക് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ റിയൽ മണിയിൽ വരുമ്പോഴാണ് പ്രശ്നം. ആ സമയത്ത് ഇമോഷൻ കുറച്ച് കൊണ്ടുപോകും, അതിനൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ആ സമയത്ത് എന്താ വെച്ചാൽ പഴയ ഇത് ഓർമ്മ വരും. അതേപോലെ ആവും ആ ടൈമില്. ടാർഗറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയൂല. ആ സാധനം എന്ത് ചെയ്യും, 1:2 ഒക്കെ എത്തുമ്പോഴേക്ക് അടിച്ചിറങ്ങും. പിന്നെ ഏതെങ്കിലും ഒരു ഇത് റിവേഴ്സ് അടിച്ചാൽ, കാരണം 1:3 ഇല്ലാതെ ഇതിൽ ഇതായിട്ട് കാര്യമില്ലല്ലോ. അതിന് അങ്ങനെയുള്ള നമ്മളൊക്കെ പ്രശ്നം നമ്മൾ യൂസ് ചെയ്ത ടിപ്പ് വിചാരിച്ച. എന്താണെന്നറിയോ? ഞാനൊക്കെ അതിനെങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നോക്കില്ല, ഉം ഉം. പൂട്ടി വെക്കും, വേറെ എന്തെങ്കിലും കാര്യമായിട്ട് എൻഗേജ് ആവും. കാരണം നമ്മുടെ ഇമോഷൻ നമുക്ക് ഒരു ദിവസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നേ വേണം, നമ്മുടേതായ സ്റ്റൈലിലെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പറഞ്ഞു തരുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താക്കാം, അത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഈസി ആയിട്ട്. പിന്നെ എങ്ങനെ ലൈവ് മാർക്കറ്റിൽ തന്നെയല്ലേ ചെയ്യുന്നത് ബ്രോ? എന്തായാലും ബാക്ക് ടെസ്റ്റോ കാര്യങ്ങളോ അല്ലല്ലോ, ലൈവ് മാർക്കറ്റിൽ തന്നെയല്ലേ ഡെമോലായാലും അല്ല, ലൈവിലായാലും ലൈവ് ചെയ്യുന്നത്? ആക്കി തന്നെ. ലൈവ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് തുടങ്ങിയോ ബ്രോ? ലൈവ് അക്കൗണ്ട് എടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഏകദേശം വേണ്ടുന്ന സാധനം പിടികിട്ടിയില്ലേ? കിട്ടിയിട്ട്. പിന്നെ എങ്ങനെയുണ്ട് ബ്രോ കോഴ്സ്? വാല്യൂ ഫോർ മണിയാണ് ഇപ്പം എല്ലാവരോടും ചോദിക്കുന്ന പോലെ തന്നെ. 50,000 രൂപ എന്ന് പറയുമ്പോൾ കണ്ണ് തള്ളാറുണ്ടോ? എല്ലാരും കണ്ണ് ആദ്യം തള്ളും, പക്ഷെ പഠിച്ചു കഴിഞ്ഞ വ്യക്തി എന്നുള്ള ലെവലിൽ ബ്രോൻ എന്ത് പറയണ്ടേ? ബ്രോ സെറ്റാണ്. അത് പഠിച്ച പോലെ എന്താ ഉപയോഗിക്കാൻ എന്തെങ്കിലും സെറ്റാണ്. ഗുഡ്. അതുപോലെ തന്നെ പഠിപ്പിച്ചത് പക്കയായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ന്യൂ ജോയിനീസിന്റെ അടുത്ത് എന്താ ബ്രോ പറയാനുള്ളത്? പുതിയതായിട്ട് ഒരാളിപ്പം ഫോറക്സ് പഠിക്കണം, അവര് എന്തുകൊണ്ട് ട്രൂസൻസിന് ചൂസ് ചെയ്യണം, അല്ലെ TMC പഠിക്കണം? അത് ഞാൻ ചൂസ് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ്. ആ എന്താ ഞാൻ ഇത് കോണ്ടാക്ട് ചെയ്ത ടൈമില് എന്താ ഞാൻ ഈ ഗൂമീറ്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ഗൂമീറ്റ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് മറ്റേ നമ്മുടെ മെസ്സേജ് ആ ചേച്ചി പറഞ്ഞത്, അല്ല ഗൂമീറ്റ് അറ്റൻഡ് ചെയ്യില്ല, നിങ്ങൾ ഇതിന് ചേരണ്ട, വെറുതെ പൈസ കളയണ്ട, പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്തിനാ മതി, ഈ പരിപാടിക്ക് നിന്നാൽ മതി. അത് എനിക്ക് കാരണം മറ്റേത് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പൊക്കെ എൻക്വയറി എടുത്തിട്ടായിരുന്നു. കട്ടന്ന് ഉറങ്ങാൻ സമ്മതിക്കൂല. രാത്രി വരെ വിളിച്ചിട്ട് എന്നാ ചേരുന്നത്. ഇത് ഞാൻ അന്ന് എൻക്വയറി നടത്തി. അതിനുശേഷം എന്താ കാര്യങ്ങൾ എന്താ ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം 4-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തത്. അതിന്റെ ഇടയിൽ ഒറ്റ എന്താ മെസ്സേജോ കാര്യങ്ങളോ എന്ത് ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, കാരണം വിലയുള്ള കാര്യമല്ലുള്ളൂ അങ്ങനെ കൊടുക്കുള്ളൂ. എന്തോ ഒരു കാര്യം ഉണ്ട് അതിന്റെ ബേസിൽ വേണ്ടായിരുന്നു. അതന്നെ നമ്മൾ എല്ലാവരുടെ അടുത്തും പറയും, താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി, പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ അതന്നെ. മതി, ഇല്ലേ ഇങ്ങോട്ട് വരരുത് എന്ന് പറയും. അതെന്തുകൊണ്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവല്ലേ ബ്രോനെ? അതെ അതെ. റിസൾട്ട് പക്കാണ്. വർക്കിംഗ് ബ്രോ. പിന്നെ അതുപോലെ തന്നെ ബ്രോ ഇതില് പിന്നെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് പോവുക. ലൈവ് അക്കൗണ്ടിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യുക ബീന്റെ അടുത്ത്. അത് നമുക്ക് ആൾക്കാരുടെ അടുത്ത് കാണിക്കണം, നമുക്ക് അഭിമാനമാണ്. അപ്പൊ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇതാ കഷ്ടപ്പെടുന്നവന്റെ എപ്പോഴും വിജയം തന്നെയാണ് ഞാൻ നമുക്ക്. സത്യം പറഞ്ഞാല് എന്താ, അവര് കോണ്ടാക്ട് ചെയ്തതിനു ശേഷം ഈ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടുമല്ലോ, അത് കണ്ടതിന്റെ പേരിലാണ് ജോയിൻ ചെയ്യാനുള്ള വേറൊരു റീസൺ. അത് ശരി. നമ്മളെ സ്റ്റാറ്റസോ? സ്റ്റാറ്റസ് ഞാൻ അന്ന് കോണ്ടാക്ട് ചെയ്ത് ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. ആ ടൈമിലൊക്കെ ഞാൻ സ്റ്റാറ്റസ് കാണാറുണ്ടായിരുന്നു. അത് ശരി. പിന്നെ ഇത് ഡെയിലി ഇടും, പിന്നെ പ്രോഫിറ്റ് ലോസും കാണിക്കുന്നുണ്ടല്ലോ. അതെ 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 അതെ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. അതിന്റെയൊക്കെ ബേസിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. എന്തായാലും ഇനി ബ്രോന്റതും ഇതേ രീതിയിൽ തന്നെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും കാര്യങ്ങളൊക്കെ എടുത്ത് ഷെയർ ചെയ്യാം. കാരണം ഓക്കെ ഓക്കെ. ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും ഉഷാറാകട്ടെ ബ്രോ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ബ്രോ. കാണാം. കാണാം. ശേ